2 ദിവസം മുന്നേക്കൊരു മെസ്സേജ് വന്ന് ഇന്നൊരു 10-12 വർഷം ബാക്കിലേക്ക് വലിച്ചൊരു മെസ്സേജ്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 7ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്നു. അന്ന് ഞങ്ങളുടെ ക്ലാസ്സിലൊരു പുതിയ കുട്ടി വരുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ് ഇങ്ങനെ കിട്ടും. ആ കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ്, ഗൾഫിൽ നിന്നൊക്കെ വരികയാണെന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഹൈപ്പും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനും ഭയങ്കര അസൂയയും കുശുമ്പൊക്കെ തോന്നി. കാരണം ഇനി ഈ കുട്ടി വന്നാൽ ഞങ്ങളുടെ മെയിനാവൽ കുറയുമോ, അതുവരെ ഞങ്ങളാണ് അവിടെ മെയിനായി നടക്കുന്നത്. അങ്ങനെ ഈ കുട്ടി വന്നു ഞങ്ങളായിട്ട് കമ്പനി ആവാനും ഞങ്ങളുടെ കൂടെ ഇരിക്കാനും ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷെ ഞങ്ങൾ ഈ കുട്ടീനെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്തു, ഞങ്ങളുടെ ഉള്ളിലുള്ള ഈ കുറുമ്പും കുശുമ്പൊക്കെ കാരണം. ഒരു ദിവസം മലയാളത്തിൻ്റെ സാറ് ഞങ്ങളോട് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എഴുതാൻ പറഞ്ഞു. ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും എഴുതിയത് ഞങ്ങൾ 4ാം ക്ലാസ്സിൽ നിന്ന് ടൂർ പോയൊരു കഥയാണ്. സാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈഗോ ക്ലാഷൊക്കെ അറിയുന്നതുകൊണ്ടായിരിക്കും അവൾ എഴുതിയത് എന്നെ കൊണ്ട് വായിപ്പിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ അവൾ എഴുതിയിട്ടുള്ളത് അവളെ ഉമ്മ മരിച്ചൊരു ദിവസം, അവളെ ഉമ്മാക്ക് ക്യാൻസർ ആയിരുന്നു എന്നും വേദന വരുമ്പോൾ ഒരുപാട് കരയാറുണ്ട് എന്ന് കയ്യിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അന്ന് ഉമ്മ മരിച്ച അന്ന് ഉപ്പ അവളെയും അവളുടെ 1.5 വയസ്സുള്ള അനിയനെയും കെട്ടിപ്പിടിച്ച് ഉറങ്ങാതെ അന്ന് രാത്രി മുഴുവൻ കരഞ്ഞതൊക്കെ അവൾ എഴുതി വെച്ചിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി എനിക്ക്. അതുവരെ ഞാൻ ചെയ്തത് അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തതൊക്കെ തെറ്റായിരുന്നല്ലോ എന്നൊക്കെ അന്നിങ്ങനെ തോന്നിപ്പോയി. അതിൻ്റെ ശേഷം 2 വർഷം അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വേറെ സ്കൂളിലേക്കും അവൾ വേറെ സ്കൂളിലേക്കും പോയി. ഞങ്ങളുടെ കോണ്ടാക്ട് ചെറുതായിട്ട് ഇങ്ങനെ കുറഞ്ഞു വന്നു. പിന്നെ അവളുടെ കല്യാണം കഴിഞ്ഞ് അവൾ സെറ്റിലായി, ഞാനിവിടെ എത്തി. ചില മനുഷ്യന്മാരൊക്കെ നമ്മളെ ജീവിതത്തിലേക്ക് പറയാതെ ഇടിച്ചു കയറി വന്ന് പറയാതെ തന്നെ പോകുന്ന അങ്ങനെ ആൾക്കാരില്ല. അതുപോലെ ഒരാളായിരുന്നു ഇവൾ എനിക്ക്. പക്ഷേ ഓർമ്മകൾ കൊണ്ട് എന്നും പ്രിയപ്പെട്ട ഒരാൾ.